ലൈഫിൽ ഒരിക്കൽ നിങ്ങൾ ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കി പിന്നെ നിങ്ങൾ ഇതിന് അഡിക്റ്റ് ആയിപ്പോകും. കാരണം എത്ര കരുവാളിച്ചിരിക്കുന്ന സ്കിന്നാണെങ്കിലും എത്ര കരുവാളിച്ചിരിക്കുന്ന നമ്മുടെ കൈ കാല് മുഖമാണെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് വെളുപ്പിക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കുന്ന ഒരു പാക്കാണ് ഇത്. വന്നിട്ട് നമ്മുടെ വീട്ടിൽ വേഗം തന്നെ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് ഇത്. വന്നിട്ട് ഇതൊരു ഫേസ് പാക്ക് എന്ന് മാത്രം പറയാൻ പറ്റത്തില്ല, ഫുൾ ബോഡി വൈറ്റനിങ് പാക്ക് എന്ന് വേണമെങ്കിൽ തന്നെ ഇതിനെ പറയാം. അപ്പോൾ എന്തായാലും ഒട്ടും താമസിപ്പിക്കാതെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും ഫുൾ കണ്ടു നോക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല ടാനൊക്കെ അടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഇൻസ്റ്റൻറ്റ് റിസൾട്ട് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഞവര അരിയാണ്. നമ്മുടെ റെഡ് റൈസ് ഞാൻ കുറേ വീഡിയോസിൽ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇത്. വന്നിട്ട് പിന്നെ അതിന് ശേഷം നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ലേശം പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഒരു അര കപ്പ് പാലോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പം അതിലേക്ക് നമ്മുടെ ഞവരരി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞവരരി വീട്ടിലില്ല, ഇനിയിപ്പോൾ മിക്ക എല്ലാവരുടെ വീട്ടിലൊക്കെ കാണാൻ ചാൻസ് ഉള്ളതാണ് ഈ ഞവരരി. പിന്നെ ഒട്ടും ഞവരരി എങ്ങും അന്വേഷിച്ചിട്ട് കിട്ടിയില്ല, വീട്ടിലേ ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ പച്ചരി പൊടി ഇല്ലേ, അരിപ്പൊടി, അതെടുത്താലും മതി കേട്ടോ. തന്നെ അതിന് ശേഷം നല്ലോണം ഒന്ന് കുറുക്കാം. ഇത് കുറുക്കാണ്ട് എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ കുറുക്കിയിട്ട് നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാർച്ചാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും, അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങും ചെയ്യട്ടോ. അപ്പോൾ കൈ എടുക്കാണ്ട് തന്നെ മീഡിയം ഫ്ലോയിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇളക്കി കൊടുത്തും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ട പോലെ വരും, അതപ്പോൾ തന്നെ നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചൊടിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര കട്ടിയപ്പോൾ അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഉടച്ചെടുക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ എപ്പോഴും പറഞ്ഞതിൻ്റെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂട്ടത്തിൽ നമ്മുടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും, എന്നാലും ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ കുറേ അധികം ഫേഷ്യലിലെ കുറേ അധികം സ്കിൻ വൈറ്റനിങ് ഹെയർ കെയർ വീഡിയോസൊക്കെ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് കയറി ചെക്ക് ചെയ്തേക്കും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് യൂസ്ഫുൾ ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് നമ്മുടെ ഫേസിൽ മാത്രമല്ല, നമ്മുടെ കയ്യിൽ, കാലിൽ, മുട്ടിൽ, നെക്കിൻ്റെ ബാക്കിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞൊരു ഫുൾ ബോഡി വൈറ്റനിങ് പാക്ക്. ഞാൻ ശേഷം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മഞ്ഞളാണ്. ഞാൻ നോർമൽ മഞ്ഞളാണ് ആഡ് ചെയ്യുന്നത്, കസ്തൂരി മഞ്ഞളുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ മഞ്ഞൾ ഒട്ടും പറ്റത്തില്ല, മഞ്ഞൾ അലർജി എന്നുള്ളവരാണെങ്കിൽ നമ്മുടെ ഈ ക്യാരറ്റ് നല്ലോണം മിക്സിക്കകത്തിട്ട് അടിച്ച് അതിൻ്റെ പൾപ്പും അതിൻ്റെ നീരും കൂടെ എടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയെടുക്കാം കേട്ടോ. മഞ്ഞൾ പറ്റാത്തവർക്ക് വേണ്ടി ക്യാരറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഇനിയിപ്പോൾ ക്യാരറ്റും മഞ്ഞളും പറ്റാത്തവർക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഇത് രണ്ടുമാണ് ഈ ഒരു പാക്കിനകത്ത് ബെസ്റ്റ് റിസൾട്ട് തരുന്നത്. അത് നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പം അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുക്കണം, കാരണം അടുക്കി പിടിച്ച് കരിയല്ല നമുക്ക് വേണ്ടത്, അതിൻ്റെ സ്റ്റാർച്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇളക്കിയൊക്കെ കൊടുത്ത് ഏകദേശം ദാണ്ട് ഈ ഒരു പരുവത്തിലോട്ട് വരുമ്പോഴേക്ക് നമുക്കങ്ങ് നമ്മുടെ ഗ്യാസ് ഓഫ് ആക്കാം. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടണം. ചെറിയൊരു ചൂടും പുകയൊക്കെ കാണും, അതുകൊണ്ട് ഡയറക്റ്റ് എടുത്ത് ആ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യാൻ നിൽക്കില്ല. അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിനൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നെക്സ്റ്റ് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്ന ബീട്രൂട്ട് പൗഡറാണ്. ഇനിയിപ്പോൾ ബീട്രൂട്ട് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ നോർമൽ ബീട്രൂട്ടിന് നീര് ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആൽഫ് ഗുഡ്നസിൻ്റെ ബീട്രൂട്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് പർപ്പിളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതിനനുസരിച്ച് ഫേസ് നല്ലോണം വാഷ് ചെയ്തിട്ട് നമുക്ക് ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ട്. ഞാൻ അമ്പലത്തിൽ പോയ സമയത്ത് ഇപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ അമ്പലത്തിൽ പോയായിരുന്നു, അപ്പോൾ നല്ലോണം വെയിലടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാൻ അടിച്ചു, നല്ലോണം ഫേസ് ഡള്ളായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് ഞാൻ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. പിന്നെ ഞാൻ മിക്കവാറും ട്രൈ ചെയ്ത് നോക്കുന്നൊരു പാക്കും കൂടാണ് ഇത്. വന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് തലേന്ന് ഞാൻ എൻ്റെ ഫുൾ ബോഡി വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നതാണ്. ഇനി എത്ര കരുവാളിച്ചിരിക്കുന്ന കൈയാണെങ്കിലും എത്ര കരുവാളിച്ചിരിക്കുന്ന നമ്മുടെ ബോഡി ആണെങ്കിലും ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു അടിപൊളി വൈറ്റനിങ് ആണ് കിട്ടുന്നത് കേട്ടോ. കാരണം നമ്മൾ ഇതിലെടുത്തേക്കുന്ന ഞവരരിയാണ്. ഞവരരി എന്ന് പറയുന്നത് ഒരു ടൈപ്പ് റൈസാണ്, പക്ഷേ അതിനകത്ത് ഹസ്കിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുള്ള ബ്ലെമിഷസ് വ്രിങ്കിൾസ് ഒക്കെ കുറയ്ക്കാനും നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഡെഡ് സെൽസ് ലെയറൊക്കെ മാറ്റി നമുക്ക് നല്ലൊരു വൈറ്റനിങ് തരാനും നല്ലൊരു ഗ്ലോ തരാനും അതിലുപരി നമ്മുടെ സ്കിൻ നല്ലവണ്ണം ഹെൽത്തി ആയിട്ട് വെക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നതാണ്. ആയുർവേദത്തിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫേഷ്യലിൽ യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ ഞവരരി വന്നിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ കയ്യിലും എൻ്റെ കാലിലും കഴുത്തിലും ഒക്കെ നല്ലോണം ടാൻ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴുത്തിൽ അപ്ലൈ ചെയ്യാത്തത് ഞാൻ ഈ ഒരു ഡ്രസ്സ് എൻ്റെ വെളിയിൽ ഞാൻ ഇട്ടുകൊണ്ട് പോകുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യാത്തത്. കാരണം ഇതിനകത്ത് ഇത് പറ്റിക്കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇങ്ങനത്തെ പാക്കും അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ഒരു പഞ്ഞ് ഉടുപ്പിട്ടുകൊണ്ട് ചെയ്യാം, അല്ലാണ്ട് നല്ല ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ കളർ പിടിച്ച് കഴിഞ്ഞാൽ പോകാൻ കുറച്ച് പാടാണ് കേട്ടോ. അപ്പം ഞാൻ കൈമുട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ നമ്മുടെ ഒരു ഡെഡ് സെൽസ് കാരണം വരുന്നൊരു ബ്ലാക്ക് കളറൊക്കെ ഇല്ല, അതൊക്കെ പോക്കാൻ വേണ്ടിയിട്ട് നല്ലോണം സഹായിക്കും. അപ്പം ഞാനും എടുത്തത് ഓൾമോസ്റ്റ് തീർന്നു. അപ്പം ഞാൻ ആ പാത്രം വടിച്ചെടുത്തിട്ട് ഇടുവാണ്. ഞാൻ അതിന് ശേഷം ഒരു 20 മിനിറ്റ് നമ്മുടെ ഫേസിൽ ആ ഒരു പാക്ക് വെക്കാം. 20 മിനിറ്റ് കൂടുതലൊന്നും വെക്കണ്ട, കറക്റ്റ് 20 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞ് കൂടുതൽ ടൈമിലൊന്നും വെക്കാൻ നിൽക്കണ്ട കേട്ടോ. ദെൻ അതിന് ശേഷം ഞാൻ നിങ്ങളതിൻ്റെ ലൈവ് റിസൾട്ട് കാണിച്ചു തരാം എത്രത്തോളം ഉണ്ടെന്ന്.
അപ്പോൾ ഇത് വാഷ് ചെയ്തതിന് മുന്നേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് പാലെടുക്കണം. നേരത്തെ എടുത്ത് വെച്ച് പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് നമ്മളൊരു കോട്ടൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് എല്ലാ ഫേസിലെ എല്ലാ ഭാഗത്തും ആ ഒരു മിൽക്ക് നമുക്കൊന്ന് ആക്കി കൊടുക്കാം. അതിന് ശേഷം ഇത് മായ്ക്കാം. അപ്പോൾ മിൽക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ ആ ഒരു നടുക്കൂടി ഇങ്ങനെ പോകുന്നത് നമുക്കറിയാൻ പറ്റും. എന്നിട്ട് നമുക്ക് നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ എന്തായാലും വാഷ് ചെയ്ത് കളയുന്നതിന് മുന്നേ ലൈവായിട്ട് നിങ്ങളെ എൻ്റെ റിസൾട്ട് കാണിക്കാം. ഞാനപ്പോൾ മിൽക്ക് വെച്ച് ആക്കുമ്പോൾ തന്നെ നെറ്റിയിൽ കുറച്ച് ഭാഗത്തെ ആ പാക്ക് റിമൂവ് ആയിട്ടുണ്ട്. അപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ എൻ്റെ ബാക്കി അല്ലാണ്ടും കൂടെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അത് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഫേസിൽ കരിവാളിപ്പ്, സൺടാൻ, നമ്മുടെ ഫേസ് സൺടാൻ അടിച്ച ഫേസ് ആണോ എന്നുപോലും നമുക്ക് ഡൗട്ട് തോന്നും. കാരണം ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സൺടാൻ പോക്കിയിട്ടുണ്ട്. സാധാരണ നമ്മൾ സൺടാൻ്റെ പാക്കൊക്കെ ഇടുമ്പോൾ നമ്മൾ വെറും ഡെയിലി അപ്ലൈ ചെയ്യണം, ഡെയിലി അപ്ലൈ ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുമെന്ന്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റായിട്ടാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. സൺടാൻ പോകാനും നമ്മുടെ ആ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് ഒക്കെ ഇല്ലേ, പിമ്പിൾസ് വന്നതിന് ശേഷമുള്ള ഡോട്ട്സ് ഒക്കെ പോകാനും പിന്നെ പിമ്പിൾസ് ആയുള്ള ടെൻഡൻസി ഒക്കെ കുറയ്ക്കുക ഒരുപാട് സഹായിക്കുന്നതാണ്. ഒട്ടും സൈഡ് എഫക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ ഈ ഒരു ഫേസ് പാക്കിന്. ബോത്ത് ബോയ്സിനും ഗേൾസിനും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ മഞ്ഞൾ എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ക്യാരറ്റ് എടുക്കുന്നതാണ്. കാരണം അവരുടെ ഹെയറിന് റിമൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഗേൾസ് മഞ്ഞൾ എടുത്താൽ മതി. നമ്മുടെ ഫുൾ ബോഡി വൈറ്റനിങ് ആക്കാനും നമ്മുടെ കയ്യിലെയും കലയിലൊക്കെ ഉള്ള ആ ഒരു ഹെയറൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഞാൻ എൻ്റെ 2 കയ്യിലും റിമൂവ് ചെയ്ത് കാണിക്കുവാണ്. നേരത്തെ എൻ്റെ കൈയാണെങ്കിൽ നല്ല കരിവാളിച്ചിരിക്കുമായിരുന്നു. കാരണം അതേ കണക്ക് വെയിൽ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുൾ വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തിട്ട് വന്നപ്പോൾ ഇതാണ് റിസൾട്ട്. ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫേസിലെയും കയ്യിലൊക്കെ കരിവാളിപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. തന്നെ അതിനുശേഷം മസ്റ്റായിട്ട് നിങ്ങളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നാലും നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് മനസ്സിലാവും. ബൈ ഡിയേഴ്സ്.